ബൂളിയൻ ആൾജിബ്ര. ബൂളിയൻ ആൾജിബ്ര എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് മാത്തമെറ്റിക്കൽ ലോജിക്കാണ്. ബൂളിയൻ ആൾജിബ്ര എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മാത്തമെറ്റിക്കൽ സിസ്റ്റം. ഈ മാത്തമെറ്റിക്കൽ സിസ്റ്റത്തിൽ വരുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത്, സെറ്റ് ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 0, 1 ഒരു സെറ്റ് അതാണ്. പിന്നെ ബൈനറി ഓപ്പറേറ്റർ ഉണ്ട്, അതായത് 2 ബൈനറി ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. 2 ബൈനറി ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? ആൻഡും ഓറും. പിന്നെ ഒരു യൂണറി, അതായത് സിംഗിൾ ഇൻപുട്ട് ഓപ്പറേറ്റർ, അതേതാണ്? നമ്മുടെ നോട്ട് ഗേറ്റ്. ഇനി ഇതിൽ യൂസ് ചെയ്യുന്ന ലോജിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്, ലോജിക് ഓപ്പറേഷൻസ് നമ്മൾ നേരത്തെ പഠിച്ച എല്ലാ ലോജിക് ഗേറ്റ്സും ഇതിൻ്റെ ഓപ്പറേഷൻ, അതായത് ആൻഡ്, ഓർ, നോട്ട്, നാൻഡ്, നോർ, XOR ആൻഡ് XNOR. ഇതാണ് ഇതിൻ്റെ ലോജിക് ഓപ്പറേഷൻസ്. ഇനി ഇതിൽ വരുന്ന ലോ ഓഫ് ബൂളിയൻ ആൾജിബ്ര, ലോസ് എന്ന് പറയുന്നത്, അതായത് ലോസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ആക്സിയോംസ് ആൻഡ് പോസ്റ്റുലേറ്റ്സ്. ഇതെന്ന് പറയുന്നത് ലോജിക് സെറ്റ് ഓഫ് ലോജിക് എക്സ്പ്രഷൻ ആണ്, ദാറ്റ് വി ആക്സെപ്റ്റ് വിത്തൗട്ട് പ്രൂഫ് ഒന്നും ഇല്ലാത്ത ഒരു സെറ്റ് ഓഫ് എക്സ്പ്രഷൻസ് ആണ്. അതിലത്തെ ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ, ആൻഡ് ഓപ്പറേഷൻ. ആൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് 2 ഇൻപുട്ടാണ് വരിക, 0 and 1. അപ്പോൾ നമുക്ക് ആൻഡ് ഓപ്പറേഷനിൽ വരുന്നത് 0 and 0 ഈക്വൽ ടു 0, 0 and 1 ഈക്വൽ ടു 0, 0 and 1 and 0 equal to 0, 1 and 1 equal to 1. അതായത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 അല്ലെങ്കിൽ 1. ഇതേപോലെ നമുക്ക് ഓർ ഗേറ്റ് കിട്ടും, ഓർ ഓപ്പറേഷൻ വരും. ഓർ ഓപ്പറേഷൻ്റെ കേസിൽ 0 plus 0 equal to 0, 0 or 1 equal to 1, 1 or 0 equal to 1, 1 or 1 equal to 1. ഇനി നമുക്ക് മൂന്നാമത്തത് നോട്ട് ഓപ്പറേഷൻ ആണ്. നോട്ട് ഓപ്പറേഷൻ്റെ കേസിൽ 1 bar is equal to 0, 0 bar equal to 1. ഇതാണ് ഡിഫറെൻറ്റ് ഗേറ്റ്സ് കൺസിഡർ ചെയ്തിട്ട് വരുമ്പോഴുള്ള ലോസ് വരുന്നത്. അപ്പം ഇങ്ങനെ 10 എണ്ണം ഉണ്ട്, 4, ഇതിൽ 4 എണ്ണം, ഇതിൽ 4 എണ്ണം, ഇതിൽ 2, ടോട്ടൽ 10 പോസ്റ്റുലേറ്റ്സ് ആണ് ഈ ഒരു ഇതിൽ വരുന്നത്. അടുത്ത് നമുക്ക് കോംപ്ലിമെൻറ്റ് ലോസ് നോക്കാം. കോംപ്ലിമെൻറ്റ് ലോസ്, ബൂളിയൻ ആൾജിബ്രയിൽ വരുന്ന കോംപ്ലിമെൻറ്റ് ലോസ്. ഈ ലോസൊക്കെ ഓർത്തിരിക്കേണ്ടതാണ്. ഒന്നാമത്തെ കോംപ്ലിമെൻറ്റ് ലോസിൽ ഒന്നാമത്തെ ലോ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെ, 0 bar ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1, 1 bar ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് എ ഈക്വൽ ടു 0 ആണെങ്കിൽ ദെൻ എ ബാർ എന്തായിരിക്കും? എ ബാർ ഈക്വൽ ടു 1. If a equal to 1, then a bar equal to എന്തായിരിക്കും? 0. ഇനി നമുക്ക് അഞ്ചാമത്തെ ഒന്നുള്ളത് എ ഡബിൾ ബാർ. ഒരു എ 0 ആണെങ്കിൽ ഒരു ബാർ വന്ന് അത് 1 ആവും, വീണ്ടും അതിനെ ബാർ ചെയ്താൽ 0 ആവും, അതായത് നമുക്ക് എ തന്നെ കിട്ടും. സോ എ ഡബിൾ ബാർ ഇസ് ഈക്വൽ ടു, അതായത് എ ഫസ്റ്റ് 0 ആയിരിക്കും, പിന്നെ ഒരു ബാർ എടുക്കുമ്പോഴത്തേക്ക് അത് 1 ആവും, ഓപ്പോസിറ്റ് ആവും, ഒന്നും കൂടി ബാർ എടുക്കുമ്പോഴത്തേക്ക് അത് 0 ആവും. അപ്പോൾ നമുക്ക് എ ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ എ ഡബിൾ ബാർ ഇസ് ഈക്വൽ ടു എ. ഡബിൾ കോംപ്ലിമെൻറ്റ് ലോ എന്നാണ് ഇതിന് പറയുക. ഇതിനെന്താ പറയുക? ഡബിൾ കോംപ്ലിമെൻറ്റ് ലോ. ഡബിൾ കോംപ്ലിമെൻ്റ് എടുത്താൽ ഒറിജിനൽ വാല്യൂ തന്നെ നമുക്ക് കിട്ടും. അടുത്തത് നമുക്ക് ആൻഡ് ലോ എടുക്കാം. ആൻഡ് ഗേറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ലോസ്. ആൻഡ് ഗേറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ലോസ്, നമുക്ക് എ എന്നുള്ളൊരു ഇൻപുട്ട് ഉണ്ട്, അതിൻ്റെ കൂടെ 0 ചേർന്നാൽ എന്താ വരിക എന്നുള്ളത്. നമുക്കറിയാം ആൻഡ് ഗേറ്റിൻ്റെ കേസിൽ ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ എയുടെ വാല്യൂ 0 ആയിക്കോട്ടെ 1 ആയിക്കോട്ടെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പോൾ എ ഡോട്ട് 0 ഈക്വൽ ടു 0. ഇനി എയുടെ കൂടെ നമ്മൾ 1 ആണ് ആൻഡ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ എ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആവും, എ 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആവും. കാരണം
if any one of the input equal to 0, output equal to 0, all the input equal to 1, output equal to 1. അപ്പോൾ ഏയുടെ വാല്യൂ എന്താണോ അതാണ് ഔട്ട്പുട്ട് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ എ എന്ന് കൊടുക്കാം. അടുത്തത് എ ഡോട്ട് എ ഈക്വൽ ടു എന്താണ്? എ 0 ആണെങ്കിൽ 0.0 ആണ്. അപ്പോൾ 0.0 എന്ന് പറയുന്ന ആൻഡ് ഗേറ്റിൽ നമുക്ക് 0 ആയിട്ട് വരും. എ 1 ആണെങ്കിൽ 1.1 ആണ്. എല്ലാം 1 ആകുമ്പോൾ ഔട്ട്പുട്ട് 1 ആണ്. അപ്പോൾ നമുക്ക് എ ഡോട്ട് എ എന്തായിട്ട് വരും? എ തന്നെ ആയിട്ട് വരും. ഇനി എ ഡോട്ട് എ ബാർ, അതായത് എ 0 ആണെങ്കിൽ എ ബാർ എന്തായിരിക്കും? 1 ആവും. അപ്പോൾ ഒന്ന് 0 ആണെങ്കിൽ ഒന്ന് 1 ആവും. ഇനി എ 1 ആണെങ്കിലോ എ ബാർ 0, എ 0 ആണെങ്കിൽ എ ബാർ 1. ഓപ്പോസിറ്റ് ആണ് വരുന്നത് രണ്ട് ഇൻപുട്ടും. അപ്പോൾ ഒരെണ്ണം എപ്പോഴും 0 ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതിനെ നൾ ലോ എന്നാണ് പറയുക. നൾ ലോ. ഇതിന് ഐഡൻറ്റിറ്റി ലോ എന്നാണ് പറയുക. കാരണം എ ആണ് ഔട്ട്പുട്ട്. അപ്പോൾ ഐഡൻറ്റിറ്റി ലോ. ഇത് നള്ളാണ്. അപ്പം നൾ ലോ. ഇനി നമുക്ക് ഇതേ സെയിം ഓർ ഗേറ്റിൻ്റെ കേസിൽ നോക്കാം. ഓർ ഗേറ്റിൻ്റെ ലോസ് നോക്കാം. ഓക്കെ, അതിൽ ഒന്നാമത്തെ ലോ എ ഓർ 0. അപ്പോൾ ഓർ ഗേറ്റിൻ്റെ കേസിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എ എന്നുള്ളത് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആണ്, എ എന്നുള്ളത് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ്. അപ്പോൾ എ ഓർ 0 എന്ന് പറയുന്നത് എ ആയിട്ടാണ് വരുന്നത്. അടുത്തത് എ ഓർ 1. ഇതിൽ ഷുവറായിട്ട് ഔട്ട്പുട്ട് 1 ആണ്. കാരണം ഒരു ഇൻപുട്ട് 1 ആയി ഔട്ട്പുട്ട് 1 ആണ്. പിന്നെ എ എന്താണെന്ന് നോക്കേണ്ട കാര്യം ഇല്ല. മൂന്നാമത്തത് എ ഓർ എ. അത് 0 ഓർ 0 ആണെങ്കിൽ 0 ആണ്, 1 ഓർ 1 ആണെങ്കിൽ 1 ആണ്. അപ്പോൾ അത് എ തന്നെ. നാലാമത്തത് എ ഓർ എ ബാർ. ഇതിൽ ഒന്ന് എ ആണ്, ഒന്ന് അതിൻ്റെ കോംപ്ലിമെൻ്റ്. അപ്പോൾ ഒരെണ്ണം 1 ആയിരിക്കും. ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ ഓർ ഗേറ്റിൻ്റെ കേസിൽ 1 ആണ് ഔട്ട്പുട്ട്. ഇതാണ് നൾ ലോ. ഇത് ഐഡൻറ്റിറ്റി ലോ. ഇത് കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ലോ എന്ന് പറയുന്നത്, ഫസ്റ്റ് ലോ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ലോ. എ ഓർ ബി ചെയ്ത് കഴിഞ്ഞാലും ഫസ്റ്റ് ഇൻപുട്ട് ബി എന്നിട്ട് സെക്കൻഡ് ഇൻപുട്ട് എ ആയി കഴിഞ്ഞാലും രണ്ട് സെയിം ആയിരിക്കും. അതായത് ഒരു ഗേറ്റിൽ ഈ ഇൻപുട്ടിൽ എ കൊടുത്ത് സെക്കൻഡ് ഇൻപുട്ടിൽ ബി കൊടുത്താലും ദാറ്റ് ഈസ് ഈക്വലൻ ടു ഒരു ഓർ ഗേറ്റിൽ ഫസ്റ്റ് ബി കൊടുത്ത് സെക്കൻഡ് ഇൻപുട്ട് എ കൊടുത്താലും സെയിം ആണ്. ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത്. അതായത് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ. അതേപോലെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് നമുക്ക് എ ഡോട്ട് ബി ചെയ്താലും ബി ഡോട്ട് എ ചെയ്ത് കഴിഞ്ഞാലും സെയിം ആണ്. ഓക്കെ, ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോ നോക്കാം. അസോസിയേറ്റീവ് ലോയുടെ ഫസ്റ്റ് വണ്ണ് എ പ്ലസ് ബി പ്ലസ് സി ചെയ്യുമ്പോൾ ആദ്യം എ പ്ലസ് ബി ചെയ്തിട്ട് സി ചെയ്യുന്നത് ഈക്വലൻ ടു എ പ്ലസ് ബി പ്ലസ് സി ആണ്. ഓക്കെ, അതായത് ആദ്യം നമ്മൾ എ പ്ലസ് ബി ഓർ ചെയ്ത് ആ റിസൾട്ടും സിയും കൂടി ചെയ്യുന്നതും ആദ്യം എ ചെയ്തിട്ട് ബിയും സിയും ചെയ്തിട്ട് എന്നിട്ട് ഓർ ഗേറ്റ് കൊടുക്കുന്നതും സെയിം ആണ്. ദിസ് ടു ആർ സെയിം. സെക്കൻഡ് ലോ ഇതിൻ്റെ ആൻഡിൻ്റെ വേർഷനാണ്. എ ഡോട്ട് ബി ഡോട്ട് സി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡോട്ട് സി ആണ്. ഇതും ആദ്യം എ ബി ചെയ്തിട്ട് സിയിൽ ആൻഡ് ചെയ്യുന്നതും ആദ്യം ബി സി ആൻഡ് ചെയ്തിട്ട് എയിൽ ചെയ്യുന്നതും സെയിം ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അതായത് എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ബി പ്ലസ് എ സി. അതായത് ബിയും സിയും കൂടിയിട്ട് ഓർ ചെയ്തിട്ട് എന്നിട്ട് എ വെച്ച് ആൻഡ് ചെയ്താൽ ബി സി ആൻഡ് ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വലൻ ടു എ ബി ചെയ്യാം എ സിയും ചെയ്യാം എന്നിട്ട് രണ്ടും കൂടെ ഓർ ചെയ്യുക. ഇത് രണ്ടും സെയിം ആണ്. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ.
ഇതിൻ്റെ ഫസ്റ്റ് ലോ ആണിത്. നമുക്കിതിനെ തിരിച്ചു എഴുതാൻ പറ്റും. അതാണ് ബൂളിയൻ ഓൾജിബ്രയിൽ ഇതിനെ തിരിച്ചു എഴുതാൻ പറ്റും. എ പ്ലസ് ബി സി വന്നു കഴിഞ്ഞാൽ, ഇത് സാധാരണ മാത്തമാറ്റിക്സിൽ നമ്മളിങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും ഇതിൽ നമുക്ക് എ പ്ലസ് ബി സി ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വലൻ ടു എ പ്ലസ് ബി ആൻഡ് എ ഡോട്ട് സി, എ പ്ലസ് സി. ഓക്കെ, ഇത് നമുക്ക് ഈ ഒരു രണ്ടാമത്തതിനെ നമുക്ക് പ്രൂവ് ചെയ്യാം. സെക്കൻഡ് ലോ എന്തായിരുന്നു? എ പ്ലസ് ബി സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എ സി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പ്രൂഫ് ചെയ്യാം. ആദ്യം നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് എൽ എച്ച് എസ് എടുക്കാം. എൽ എച്ച് എസ് എടുക്കുമ്പോഴത്തേക്കും എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് സി. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? എ ഡോട്ട് എ പ്ലസ് എ ഇൻറ്റു സി പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു സി. എ ഡോട്ട് എ എന്താണ്? എ ആണ്. പ്ലസ് എ സി പ്ലസ് എ ബി പ്ലസ് ബി സി. എ പ്ലസ് എ സി, ഈ മൂന്നെണ്ണത്തിൽ നമുക്ക് എ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? എ കോമൺ എടുക്കാം. അപ്പോൾ നമുക്ക് 1 പ്ലസ് സി പ്ലസ് ബി ഇൻറ്റു പ്ലസ് ബി സി എന്ന് വരും. ഇതെല്ലാം ഓർഗേറ്റ് ആണ്. ഓർഗേറ്റിൻ്റെ കേസിൽ ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? എ ഡോട്ട് 1 സി പ്ലസ് ബി സി എന്ന് വരും. ദറ്റ് ഈസ് എ പ്ലസ് ബി സി. ഇത് ബൂളിയൻ ഓൾജിബ്രയിൽ ഈ ഒരു റൂളും ആപ്ലിക്കബിൾ ആണ്. റിഡൻഡൻറ്റ് ലിറ്ററൽ റൂൾ. റിഡൻഡൻറ്റ് literal rule. First one, a plus a bar b equal to a plus b. നമ്മൾ എൻ്റെ കോംപ്ലിമെൻ്റ് എടുത്തിട്ട് എ ബി എടുത്തിട്ട് എ കൊടുത്താലും എ പ്ലസ് ബി ഈക്വലൻ ടു ഓർഗേറ്റ്, ജസ്റ്റ് ഓർഗേറ്റ്. ഇതൊരു റിഡൻഡൻ്റ് ആയിട്ട്, ഈ ഒരു എ ബാർ ഇവിടെ റിഡൻഡൻ്റ് ആയിട്ടാണ്, എക്സ്ട്രാ ആയിട്ടാണ് കാണുന്നത്. ഇത് നമുക്ക് പ്രൂഫ് ചെയ്യണം. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് പ്രൂഫ് എഴുതണം. അപ്പോൾ നമുക്ക് ആദ്യം എ പ്ലസ് എ ബാർ ബി എടുക്കാം. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ട്രിബ്യൂട്ടീവ് ലോയിൽ പറ്റുമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൽ എ പ്ലസ് എ ബാർ ഇൻറ്റു എ പ്ലസ് ബി. ഇനി ചെയ്യുമ്പോൾ നമുക്ക് എ പ്ലസ് എ ബാർ ബി ഈക്വൽ ടു, നമുക്ക് ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെച്ചിട്ട് എ പ്ലസ് എ ബാർ എ പ്ലസ് ബി ആണ്. എ പ്ലസ് എ ബാർ എന്താണ്? 1 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഈ സ്റ്റെപ്പിൽ തന്നെ തീരും. എ ഇൻറ്റു എ ബാർ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എ ബി. ഇവിടെ നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡ് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എ ബാർ പ്ലസ് എ ബി. ഈ ഒരു ടേം 0 ആണ്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എ ബി. ഇതൊക്കെ അതിൻ്റെ പ്രൂഫാണ്. പ്രൂഫ് ചില കേസിൽ ചോദിക്കാറുണ്ട് കേട്ടോ, ചെയ്ത് പഠിക്കാം. അടുത്തത് ഇഡിയംപൊട്ടൻസ് ലോ. ഇഡിയംപൊട്ടൻസ് ലോ, അത് ഒന്നാമത്തെ ലോ എ ഡോട്ട് എ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എ ഡോട്ട് എ ഈക്വൽ ടു എ ആണ് ഇഡിയംപൊട്ടൻസ് ലോ. അതേപോലെ എ പ്ലസ് എ ഈക്വൽ ടു എ. ഈ രണ്ട് ലോക്കാണ് ഇഡിയംപൊട്ടൻസ് ലോ എന്ന് പറയുന്നത്. അടുത്തത് എബ്സോർപ്ഷൻ ലോ. എബ്സോർപ്ഷൻ ലോയുടെ ഫസ്റ്റ് വണ്ണ് എ പ്ലസ് എ ബി ഈക്വൽ ടു എ. ഇത് നമ്മളെങ്ങനെ ചെയ്യുക? എ പ്ലസ് കോമൺ എടുക്കുക. കോമൺ എടുക്കുമ്പോഴേക്കും എ എടുക്കുക. എ കോമൺ എടുക്കുമ്പോഴേക്കും 1 പ്ലസ് ബി വരും. അപ്പോൾ എ ഇത് ഓർഗേറ്റ് ആണ്. ഓർഗേറ്റിൽ ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു എ. ഓക്കെ, രണ്ടാമത്തെ അബ്സോർപ്ഷൻ ലോയുടെ രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് എ ഇൻറ്റു എ പ്ലസ് ബി ഈക്വൽ ടു എ എന്നാണ്. ഇതിന് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് എ ഡോട്ട് എ പ്ലസ് എ ബി
അപ്പോൾ നമുക്ക് വീണ്ടും എ പ്ലസ് എ ബി വന്ന് നേരത്തെ മുന്നേ ചെയ്ത ലോ വന്ന് ഇതിൽ നിന്ന് എ കോമൺ എടുക്കുക. അപ്പോൾ 1 പ്ലസ് ബി വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എ. അപ്പോൾ എല്ലാം എങ്ങനെയാണ് സ്റ്റെപ്സ് 1-2 പ്രാവശ്യം ചെയ്തു നോക്കണം, എന്നാലും ഓർത്തിരിക്കുള്ളൂ എങ്ങനെയാണ് സ്റ്റെപ്സ് എന്നുള്ളത്. ഓക്കെ, അടുത്തത് കൺസെൻസസ് തിയറം. ഓക്കെ, ഫസ്റ്റ് തിയറം എ ബി പ്ലസ് എ ബാർ സി പ്ലസ് ബി സി. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എ ആണ്. അപ്പോൾ എ ബി, അടുത്തത് എയുടെ ഓപ്പോസിറ്റ് എ ബാർ സി. അപ്പോൾ ഒന്ന് എയും അടുത്ത ടേമിൽ എ ബാറും വന്നാൽ റിമൈനിങ് ടേംസ്, അതായത് ഇതിൽ ബിയും ഇതിൽ സിയും തേർഡ് ടേമായിട്ട് വന്നാൽ ഇറ്റ് ഈസ് ഈക്വലൻ ടു എ ബി പ്ലസ് എ ബാർ സി. തേർഡ് ടേം നമുക്ക് ഒഴിവാക്കാം. ഇതിൻ്റെ പ്രൂഫാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു 3 ടേമുള്ളത് എടുക്കുക. എ ബി പ്ലസ് എ ബാർ സി പ്ലസ് ബി സി. അതിൽ നമുക്ക് എ ബി പ്ലസ് എ ബാർ സി പ്ലസ് ബി സിയുടെ കൂടെ ഇത് കുറച്ച് ടഫാണ്, കാരണം എക്സ്ട്രാ ടേം യൂസ് ചെയ്തിട്ട് വേണം നമുക്കിത് ചെയ്യാൻ. നമുക്ക് ഇതിൽ മിസ്സിംഗ് ഉള്ള ടേം എന്താണ്? എ ടേം ആണ്. അപ്പോൾ അതിൻ്റെ ആ എ പ്ലസ് എ ബാർ ഇതിൽ ആഡ് ചെയ്യാം. എ പ്ലസ് എ ബാർ 1 ആണ്, അത് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എ ബി പ്ലസ് എ ബാർ സി പ്ലസ് എ ബി സി പ്ലസ് എ ബാർ ബി സി എന്ന് വരും, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ. ഈ ടേം ഇവിടെ വരാൻ കാരണം ബി സി ഇൻറ്റു 1 ചെയ്യുക. 1 എ പ്ലസ് എ ബാർ 1 ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലും എ ബി ഉണ്ട്, ഇതിലും എ ബി ഉണ്ട്. അപ്പോൾ നമുക്ക് എ ബി കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് സി എന്ന് എഴുതാം. അടുത്തത് ഈ ഒരു ടേമും ഈ ഒരു ടേമും എടുക്കുകയാണെങ്കിൽ എ ബാർ സി കോമൺ ആണ്. അപ്പോൾ നമുക്ക് എ ബാർ സി കോമൺ എടുത്താൽ 1 പ്ലസ് ബി എന്ന് വരും. ഇത് 1 ആണ്, ഇതും 1 ആണ്. അപ്പോൾ ഈ ഒരു ടേമിൽ എ ബി, അടുത്ത ടേമിൽ എ ബാർ സി വരും. അപ്പം തേർഡ് ടേം റിഡൻഡൻ്റ് ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കൺസെൻസസ് തിയറം എന്ന് പറയുന്നത്. സിമിലർ വേയിൽ അടുത്ത അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട്. അതായത് ഇത് എ ബി എ ബാർ സി ബി സി എന്നാണ്. ഇതന്നെ നമുക്ക് ഓർഗേറ്റ് വെച്ചിട്ട് എഴുതാം. എ പ്ലസ് ബി എ ബാർ പ്ലസ് സി ബി പ്ലസ് സി വന്നു കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വലൻ ടു എ പ്ലസ് ബി എ ബാർ പ്ലസ് സി. ഇത് നമുക്ക് പ്രൂഫ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് എടുക്കാം. ലെഫ്റ്റ് സൈഡ് എടുത്തിട്ട് അതിൻ്റെ ആദ്യത്തെ 2 ടേം നമുക്ക് ഈ ഒരു സൈഡ് എടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യത്തെ 2 എണ്ണം ഓപ്പൺ ചെയ്യാം. അപ്പോൾ എ ബാർ പ്ലസ് എ സി പ്ലസ് എ ബാർ ബി പ്ലസ് ബി സി ഇൻറ്റു ബി പ്ലസ് സി എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ടേമിൽ ഇത് 0 ആണ്, ബാക്കി ടേമാണുള്ളൂ. ബാക്കി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ടേം പോയി കേട്ടോ. അപ്പോൾ ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ 2 എണ്ണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എ ബി സി പ്ലസ് എ സി പ്ലസ് സി, ഒരു പ്രാവശ്യം സി എഴുതിയാൽ മതി. 2 സി എഴുതുന്ന കാര്യമില്ല. അപ്പോൾ എ സി. ഇനി ഈ ടേം 2 ബി ആണ്, ഇവിടെയും ബി ആണ്, ഇവിടെയും ബി ആണ്. അപ്പോൾ എ ബാർ ബി എന്ന് എഴുതിയാൽ മതി. പ്ലസ് എ ബാർ ബി സി പ്ലസ് ബി സി പ്ലസ് ബി ബി സി ആണ്, പ്ലസ് ബി സി പ്ലസ് സിയും ബി സി ആണ്. 2 പ്രാവശ്യമുള്ള ടേമൊക്കെ നമുക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് എന്താ കിട്ടുക? എ ബി സി പ്ലസ് എ സി പ്ലസ് എ ബാർ ബി പ്ലസ് എ ബാർ ബി സി പ്ലസ് ഒരു ബി സി എഴുതിയാൽ മതി. 2 ബി സി എഴുതുമ്പോൾ എ പ്ലസ് എ ആണ്. അപ്പോൾ ബി സി പ്ലസ് ബി സി ബി സി ആണ്. ഓക്കെ, ഈ ഒരു ടേമിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? എ സി കോമൺ എടുക്കാം. അപ്പോൾ ഇവിടെ റിമൈനിങ് ബി ആണ് പ്ലസ് 1. അതേപോലെ ഈ 2 ടേമിൽ നിന്ന് നമുക്ക് എന്ത് എടുക്കാം? എ ബാർ ബി കോമൺ എടുക്കാം. അപ്പോൾ നമുക്ക് 1 പ്ലസ് സി വരും പ്ലസ് ബി സി.
അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? എ സി പ്ലസ് എ ബാർ ബി പ്ലസ് ബി സി. ഇത് നമ്മൾ നേരത്തെ പഠിച്ച ആ കൺസെൻഷൻ തിയറം തന്നെയാണ്. അപ്പോൾ ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ബാർ ഉണ്ട്, റിമൈനിങ് ടേം ചേർന്നതാണ് മൂന്നാമത്തത്. സോ ഇറ്റ് ഈസ് ഈക്വലൻ ടു എ സി പ്ലസ് എ ബാർ ബി. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് എടുത്തപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടി. ഇനി നമുക്ക് റിസൾട്ട് ഇത് കിട്ടിയെങ്കിലും ഈ ഒരു ആൻസറിലേക്ക് എത്തിയിട്ടില്ല. ഈ ആൻസർ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആ ആൻസർ നമുക്ക് ചെയ്യുമ്പോൾ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എ ബാർ പ്ലസ് എ സി പ്ലസ് എ ബാർ ബി പ്ലസ് ബി സി. ഇത് 0 ആണ്. ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? എ സി പ്ലസ് എ ബാർ ബി പ്ലസ് ബി സി ദാറ്റ് ഈസ് ഈക്വൽ ടു എ സി പ്ലസ് എ ബാർ ബി. ഇപ്പോൾ രണ്ട് സൈഡും സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് 1 ആയിട്ട് എടുക്കുക, ഇത് 2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1ഉം 2ഉം സെയിം ആണ്. ഹെൻസ് ദ പ്രൂഫ്. ഓക്കെ, അപ്പോൾ പല രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ ഓരോന്നും ക്ലിയർ ആയിട്ട് നോക്കുക കേട്ടോ. അടുത്ത ട്രാൻസ്പൊസിഷൻ തിയറം. ട്രാൻസ്പൊസിഷൻ തിയറം, അതായത് ഒന്നാമത്തെ തിയറം എ ബി ഉണ്ട് പ്ലസ് എ ബാർ സി ഉണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? എ പ്ലസ് സി പ്ലസ് എ ബാർ പ്ലസ് ബി ഇൻറ്റു എ ബാർ പ്ലസ് ബി ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ആർ എച്ച് എസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എളുപ്പം. ആർ എച്ച് എസ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് സി ഇൻറ്റു എ ബാർ പ്ലസ് ബി. ഓക്കെ, അപ്പോൾ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്താ വരിക? എ പ്ലസ് എ ബാർ എ ഡോട്ട് എ ബാർ എ ബി പ്ലസ് എ ബാർ സി പ്ലസ് ബി സി എന്ന് വരും. ഇതിൽ ഫസ്റ്റ് ടേം 0 ആണ്. ഇത് നമുക്ക് നേരത്തെ പോലെ കൺസെൻഷൻ തിയറം വെച്ചിട്ട് ലാസ്റ്റ് സെയിമിലേക്ക് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി പ്ലസ് എ ബാർ സി. എയും ഈ ടേമിൽ എയും ഈ ടേമിൽ എ ബാറും വന്ന റിമൈനിങ് ടേംസ് ആണ് തേർഡ് ടേമെങ്കിൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ട്രാൻസ്പൊസിഷൻ തിയറം. എ ബി പ്ലസ് എ ബാർ സി വന്ന എ പ്ലസ് സി ഇൻറ്റു എ ബാർ പ്ലസ് ബി എന്ന് എഴുതാൻ പറ്റും. ഇനി വളരെ ഇമ്പോർട്ടൻറ്റും കൂടുതൽ അപ്ലിക്കേഷൻ ഉള്ള ഒരു ലോ ആണ് ഡി മോർഗൻസ് തിയറം. രണ്ട് തിയറം ഉള്ളത്. ഒന്നാമത്തെ തിയറം എ പ്ലസ് ബി ഓൾ ബാർ എന്ന് പറഞ്ഞാൽ എ ബാർ ഡോട്ട് ബി ബാർ ആവും. ഓക്കെ, അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എയും ബിയും ഇൻപുട്ട് കൊടുക്കുക, എയിൽ 0 കൊടുക്കുക, ബിയിൽ അങ്ങനെ 4 ഓപ്ഷൻ ഉണ്ടല്ലോ, അത് 4 ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നമുക്കതിൻ്റെ എ പ്ലസ് ബി ഇവിടെ കാണുക, എന്നിട്ട് നമ്മളിവിടെ എ പ്ലസ് ബി ഓൾ ബാർ ചെയ്യാം. ഓക്കെ, അതേപോലെ ഈ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക? എ ബി എ ബാർ ചെയ്യുക, ബി ബാർ ചെയ്യുക, എന്നിട്ട് എ ബാർ ഡോട്ട് ബി ബാർ ചെയ്യുക. രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ കേസിൽ 0 0 ഓർ ഗേറ്റ് 0 തന്നെ 1 1 1 വരും. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 1 0 0 0. ഈ ഒരു ടേബിളാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇവിടെ 0 0 0 1 1 0 1 1. എയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 1 1 0 0. ബിയുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 1 0 1 0. എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 1 0 0 0. നമുക്ക് ഈ ഒരു ഔട്ട്പുട്ടും സെയിം ആയിട്ട് കാണാം. കറസ്പോണ്ടിങ് ഇൻപുട്ടിന് ഇതാണ് കറസ്പോണ്ടിങ് ഇൻപുട്ട്. അപ്പോൾ അതായത് എ പ്ലസ് ബി ഓൾ ബാർ ഈക്വൽ ടു എ ബാർ ഡോട്ട് ബി ബാർ. ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെയും പറയാം, അതായത് നോർ ഗേറ്റ് ആണ്. ഫസ്റ്റ് വൺ നോർ ഗേറ്റ് ആണ്, ലെഫ്റ്റ് സൈഡിൽ നോർ ഗേറ്റ് ആണ് വരുന്നത്. ഇവിടെ എ ബി ഒരു നോർ ഗേറ്റ് ആണ്. സെക്കൻഡ് നമുക്ക് ആൻഡ് ഗേറ്റ് ആണ്. അത് ഏത് ആൻഡ് ഗേറ്റാണ്? ബബിൾഡ് ആൻഡ് ഗേറ്റ് ആണ്, ബബിൾഡ് ആൻഡ് ഗേറ്റ്. അപ്പോൾ നേരത്തെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നോർ ഗേറ്റ് ഇസ് ഈക്വലൻ ടു
ബബിൾഡ് ആൻഡ് ഗേറ്റ്. എ ബി ഓൾ ബാർ ഈക്വൽ ടു എ ബാർ, അവിടെ ഡോട്ട് ആയത് ഇവിടെ പ്ലസ് ആവും. ഇങ്ങനെ ഇത് നമുക്ക് സിമിലർ മെത്തേഡിൽ പ്രൂവ് ചെയ്യാൻ പറ്റും. ആദ്യം എ ചെയ്യുക, ബി ചെയ്യുക, പിന്നെ നമുക്ക് എ ബി ചെയ്യുക, എന്നിട്ട് എ ബി ബാർ. ഇത് റൈറ്റ് സൈഡ്. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എ ബി എ ബാർ ബി ബാർ എന്നിട്ട് എ പ്ലസ് ബി എ ബാർ ബി ബാർ ചെയ്യാം. രണ്ടും സെയിം ആയിട്ട് കാണാം. അല്ലെങ്കിൽ NAND gate is equivalent to bubbled OR gate. ഇവിടെ 0 0 0 1 1 0 1 1. AND gate ആകുമ്പോൾ 0 0 0 1. അതിൻ്റെ ഓപ്പോസിറ്റ് 1 1 1 0. ഇവിടെ നമുക്ക് 0 0 0 1 1 0 1 1 1 1 0 0 1 0 1 0. രണ്ട് ഓർ ചെയ്യുമ്പോഴത്തേക്കും 1 1 1 0. നമുക്ക് ഈ ഒരു ഔട്ട്പുട്ടും ഈ ഒരു ഔട്ട്പുട്ടും സെയിം ആയിട്ട് കാണാം. അതായത് NAND gate is equivalent to bubbled OR gate. Bubbled OR gate. ഇനി നമുക്ക് ഡ്യുവാലിറ്റി തിയറം നോക്കാം. ഡ്യുവാലിറ്റി തിയറം. ഡ്യുവാലിറ്റി തിയറത്തിൽ ഒരു തിയറം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യുവൽ തിയറം ഉണ്ട്, അതേ സിമിലർ തിയറം നമുക്ക് വേറെ കിട്ടും. അതായത് ഇപ്പം നമുക്ക് ഒരു ഫംഗ്ഷൻ, ഒരു എക്സ്പ്രഷൻ കിട്ടി, എഫ് ഓഫ് എ കോമ ബി കോമ സി കോമ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, എ ബി സി ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 0 യൂസ് ചെയ്തിട്ടുണ്ട്, 1 യൂസ് ചെയ്തിട്ടുണ്ട്, പ്ലസ് യൂസ് ചെയ്തിട്ടുണ്ട്, ആൻഡ് സൈൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡ്യുവൽ ഫോം എന്ന് പറയുന്നത് പുതിയൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. ആ എക്സ്പ്രഷനിൽ എഫ് ഓഫ് എ കോമ ബി കോമ സി ഒക്കെ സെയിം ആണ്. 0ക്ക് പകരം 1, 1ന് പകരം 0, പ്ലസിന് പകരം ഡോട്ട്, ഡോട്ടിന് പകരം പ്ലസ്. ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു എക്സ്പ്രഷൻ കിട്ടും. അതിനാണ് ഡ്യുവാലിറ്റി. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഡ്യുവാലിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു തിയറത്തിൽ നിന്ന് വൺസ് എ തിയറം ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രൂവ്ഡ് ദ ഡ്യുവൽ ഓൾസോ സെയിം ആയിരിക്കും, പ്രൂവ്ഡ് ആണ്. അതിൽ നമുക്ക് മാറ്റേണ്ടത് വൺസിനെ സീറോസ് ആക്കുക, സീറോസിനെ 1 ആക്കുക, ഡോട്ടിനെ പ്ലസ് ആക്കുക, പ്ലസിനെ ഡോട്ട് ആക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് അറിയാം 0 ബാർ എന്താണ്? 0 ബാർ 1 ആണ്, നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അതിൻ്റെ അർത്ഥം 1 ബാർ എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് 1നെ 0 ആക്കുക, 0നെ 1 ആക്കുക. ഇനി കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ കൊണ്ട് 0.1 നമുക്ക് 0 ആൻസർ എന്ന് പറയാം. പുതിയ എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. 0 1 ഇടുക, 1 0 ഇടുക, 1 കൊടുക്കുക. ഇനി വേറൊരു എക്സ്പ്രഷനും കൂടി കൊടുക്കാം. A.A ഈക്വൽ ടു A.A വേണ്ട, A.Aയിൽ എല്ലാം A ആണ്. A.A ബാർ ഈക്വൽ ടു 0 എന്നറിയാം. A 1 ആണെങ്കിൽ 0, 0 ആണെങ്കിൽ 1 ആണെന്ന്. ഇതിൻ്റെ ഡ്യുവൽ എന്ന് പറയുന്നത് ഡ്യുവൽ ഫോം ആട്ടോ, വേറൊരു എക്സ്പ്രഷനാണ്. A പ്ലസ് ആക്കി കഴിഞ്ഞാൽ, A ബാർ ആക്കി കഴിഞ്ഞാൽ ഇവിടെ 0 മാറ്റിയിട്ട് 1 ആക്കണം. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് വേറെ എക്സ്പ്രഷൻ കിട്ടുന്നതാണ് ഡ്യുവൽ തിയറം എന്ന് പറയുന്നത്. വലിയ എക്സ്പ്രഷൻ എടുത്തു കഴിഞ്ഞാലും ലെറ്റേഴ്സ് ഒന്നും മാറ്റേണ്ട കാര്യമില്ല. പക്ഷെ 1 ഉള്ളിടത്ത് 0, 0 ഉള്ളിടത്ത് 1, പ്ലസ് ഉള്ളിടത്ത് ഡോട്ട്, ഡോട്ട് ഉള്ളിടത്ത് പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പ്രൂഫൊന്നും വേണ്ടാത്ത, പ്രൂഫ് ചെയ്താൽ കിട്ടും, അങ്ങനെ കിട്ടുന്ന പുതിയൊരു എക്സ്പ്രഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇനി നമുക്ക് ഈ കുറേ എക്സ്പ്രഷൻസ് നമ്മൾ പഠിച്ച് ഇത് വെച്ചിട്ട് ഓരോ ബൂളിയൻ എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സിംപ്ലിഫൈഡ് ഫോമിലേക്കാണ് ചെയ്യേണ്ടത്. അതാണ് അടുത്തതിലത്തെ ഒരു വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് വരിക.